ഗെയിമിന്റെ ഗതി മാറ്റി പിടിക്കാൻ പോവുകയാണെന്ന് പലപ്പോഴായി പറയുമ്പോഴും ഒരൊറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരും വിചാരിക്കുന്നുണ്ടാവില്ല. പല കാരണങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ കൂടി കടന്നു വരികയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ കോമണർ കാറ്റഗറിയിൽ എത്തിയ മത്സരാർത്ഥിയാണ് റസ്മിൻ. 2 കോമണേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരാൾ നേരത്തെ തന്നെ ഔട്ടായിരുന്നു. തുടക്കത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാനൊന്നും റസ്മിന് കഴിഞ്ഞിട്ടില്ല എങ്കിലും മെല്ലെ മെല്ലെ ഗെയിമിലേക്ക് ഇറങ്ങി കളം നിറയുന്ന ഒരു റസ്മിനെയാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത്. ഇപ്പോൾ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായി തീർന്നിരിക്കുകയാണ് റസ്മിൻ. വീടിനകത്തും പുറത്തും ഒരേ തരത്തിലുള്ള ഇഷ്ടം പിടിച്ചുപറ്റാൻ റസ്മിന് കഴിയുന്നുണ്ട് എന്നതാണ് ഒരു വിലയിരുത്തൽ. ഫേവറിസം, ഗ്രൂപ്പിസം, ചീപ്പ് ഗെയിം സ്ട്രാറ്റജി ഒന്നും ഇല്ലാത്തത് കൊണ്ടാവാം പ്രേക്ഷകർക്കും കുടുംബാംഗങ്ങൾക്കും റസ്മിനോടൊരു താല്പര്യം കൂടുതലുള്ളത്. ഇത്തവണത്തെ വൈൽഡ് കാർഡ് എൻട്രീസ് വീടിന്റെ ഉള്ളിൽ വന്ന് എല്ലാ മത്സരാർത്ഥികളോടും ഇതുവരെയുള്ള ഫീഡ്ബാക്കിനെ പറ്റി സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്ന ഒരു സമയത്ത് പോലും എല്ലാവരും റസ്മിനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആകെ ഒരു പ്രശ്നം മാത്രം പറഞ്ഞിരുന്നു, റസ്മിന്റെ ദേഷ്യം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ അതർവൈസ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് റസ്മിൻ എന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പവർഫുൾ കോമണർ ആണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ തന്നെ റസ്മിനും അതിൽ നിന്നും പലതരത്തിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കുകയായിരുന്നു. അതൊരു തരം ക്ലൂ കൊടുക്കൽ തന്നെയായിരുന്നു. റസ്മിന് പുറത്ത് ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ ആളുകൾക്ക് അവിടെ റസ്മിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ആ ക്ലൂ വഴി റസ്മിൻ മനസ്സിലാക്കിയെടുക്കുകയായിരുന്നോ എന്ന് വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് റസ്മിന് തോന്നിയിട്ടുണ്ടാകാം ഇതാണ് പറ്റിയ സമയം, ഉള്ളിലുള്ളതൊക്കെ പുറത്തു പറയാൻ പറ്റിയ ഒരു ചാൻസ് ഇതാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവാം. അതല്ലെങ്കിൽ കോൺഷ്യസ് അല്ലാത്ത രീതിയിൽ റസ്മിൻ അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ടാവാം. ക്യാമറകളെ പറ്റിയോ അല്ലെങ്കിൽ പരിസരത്തെ പറ്റിയോ ഉള്ള ഒരു കോൺഷ്യസ്നെസ് റസ്മിൻ ഇല്ലായിരിക്കാം. എന്തുകൊണ്ടോ ബിഗ് ബോസ് ഹൗസിലെ ശ്രീധുവിനോട് റസ്മിൻ ഇപ്പോൾ നിലവിൽ ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്നലത്തെ ലൈവിനിടയിലാണ് റസ്മിൻ ഇത്തരത്തിൽ പ്രതികരിച്ചത്. എന്നാൽ താൻ ഈ കാര്യം പറഞ്ഞത് മറ്റുള്ളവരോട് പറയരുതെന്നും റസ്മിൻ പറയുന്നുണ്ട്, ഉറപ്പ് വാങ്ങുന്നുണ്ട്. ശ്രീധുവിന്റെ മുഖത്ത് ഒരു ഷോക്കേറ്റ ഫീൽ മാത്രമാണുള്ളത്. കാരണം ശ്രീധു ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ശ്രീധുവിന് ഒരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഇതിന്റെ പേരിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തനിക്കുണ്ടെന്നും റസ്മിൻ പറയുന്നുണ്ട്. ഇതോടെ റസ്മിൻ ലെസ്ബിയൻ ആണോ അതോ ബൈസെക്ഷൽ ആണോ എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ പുറത്തു നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ ഒക്കെ പുറത്തു പറയാനോ പറയാതിരിക്കാനോ ഓരോ വ്യക്തിക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. അതിൽ മറ്റൊരാൾക്കും കൈ കടത്താനുള്ള അവകാശവുമില്ല. ഇത് പറയാം, പറയാതിരിക്കാം. ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പോ ശേഷമോ റസ്മിൻ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളും വ്യക്തമാക്കിയിട്ടില്ല. താൻ ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ തന്റെ സെക്ഷൽ ഓറിയന്റേഷൻ ഇതാണെന്നോ ഇതുവരെ റസ്മിൻ പറഞ്ഞിട്ടുമില്ല. എന്നാൽ ശ്രീധുവിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നതിലൂടെ ഒന്നെങ്കിൽ താൻ ബൈസെക്ഷൽ ആണെന്നോ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെന്നോ പ്രേക്ഷകർക്ക് മുന്നിൽ വ്യക്തമാക്കാനാവാം റസ്മിൻ ശ്രമിക്കുന്നുണ്ടാവുക. അതായത് ബിഗ് ബോസ് പോലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് സെയിം ജെൻഡറിലുള്ള ആളോട് ഇഷ്ടം പ്രകടിപ്പിച്ചിരിക്കുന്നത് റസ്മിൻ. റസ്മിന് കൃത്യമായി അറിയാം വെളിയിലുള്ള പ്രേക്ഷകർ ഇത് അറിയുമെന്ന്. അപ്പൊ ആ ഒരു ചാൻസ് യൂസ് ചെയ്യുകയായിരിക്കാം റസ്മിൻ ചെയ്തിട്ടുണ്ടാവുക. വെളിയിലുള്ളവർ മാത്രം അറിഞ്ഞാൽ മതിയോ, അകത്തുള്ളവരും അറിയണ്ടേ എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ബാക്കി നിൽക്കുകയാണ്. റസ്മിനെ സംബന്ധിച്ച് റസ്മിന് കിട്ടിയ ഈ ഒരു ചാൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ മടിച്ച കാര്യമോ അല്ലെങ്കിൽ പറയേണ്ടിയിരുന്ന കാര്യമോ ഈ ഒരു അവസരത്തിലൂടെ പറയാനായിട്ട് ചാൻസ് എടുത്തിട്ടുണ്ടാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കരുതേണ്ടിയിരിക്കുന്നു.